ഭരണാധികാരിയെ ഉപദേശിക്കേണ്ടത് പൊതുസ്ഥലത്ത് സ്റ്റേജ് കെട്ടിയിട്ടല്ല, ആളുകളൊക്കെ ഇരിക്കുന്ന മസ്ജിദിൽ വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയിട്ടുമല്ല, മറിച്ച് അയാളുടെ അരികിൽ ചെന്ന്, സാധിക്കുമെങ്കിൽ അരികിൽ ചെന്ന് കൈപിടിച്ച് ഉപദേശിക്കുക, അല്ലെങ്കിൽ അടുത്ത് ചെന്ന് ഉപദേശിക്കുക. അതിന് സാധിക്കാത്ത ഒരാളാണ്, അയാൾക്ക് ഉപദേശിക്കണമെന്ന് അത്രയും നിർബന്ധമുണ്ട്. ഭരണാധികാരിക്ക് നേരിട്ട് എത്തുന്ന രൂപത്തിൽ, സ്വകാര്യമായി എത്തുന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കുമെങ്കിൽ അയാൾക്ക് എഴുതാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അറാദ അൻ യൻസഹ ലിസുൽത്താനിൻ ബിഅംരിൻ, ഒരു സുൽത്താന് എന്തെങ്കിലും ഒരു നസീഹത്ത് കൊടുക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഫലാ യുബ്ദി ലഹു അലാനിയ, അത് പരസ്യമായി പറയാൻ പാടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാകിൻ ലിയഖുദ് ബിയദിഹി, മറിച്ച് അവൻ ഭരണാധികാരിയുടെ കൈപിടിക്കട്ടെ, ഫയഖ്ലു ബിഹി, എന്നിട്ട് അയാളുമായി ഒറ്റക്കാകട്ടെ, സ്വകാര്യമായി ഒരു സദസ്സിലിരിക്കുക. ഫൈൻ ഖബില മിൻഹു ഫദാക്, എന്നിട്ട് അയാൾ സ്വീകരിച്ചാൽ ശരി, നല്ല കാര്യം. വഇല്ല കാന ഖദ് അദ്ദല്ലദി അലൈഹി ലഹ്, സ്വീകരിച്ചില്ലേ ഉപദേശിച്ചവൻ്റെ ബാധ്യത നിറവേറ്റിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇതെല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. ഒരു വലിയ രാജ്യത്തെ ഒരു സാധാരണ പൗരന് ഭരണാധികാരിയുടെ അടുത്ത് പോയി അയാളുടെ കൈ പിടിച്ച് ഉപദേശിക്കാൻ കഴിയുമോ? ഇല്ല. അയാളുമായി അടുപ്പമുള്ള പണ്ഡിതന്മാർക്ക് സാധിക്കും, വിവരമുള്ളവർക്ക് സാധിക്കും. അപ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എത്തിച്ചു കൊടുക്കുക. നിങ്ങളൊന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ എഴുതുക, ഇങ്ങനെയുള്ള നന്മയുടെ വഴികൾ സ്വീകരിക്കുക. മനസ്സിലായി? എന്നാൽ ഞാൻ പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയല്ല കാര്യം. പരസ്യമായി പറയണം, എന്നാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ, എന്നാലേ അവർക്ക് തൃപ്തിയാവുകയുള്ളൂ. നോക്കൂ, ഈ ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാൾ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫളഹുല്ലാഹ്, അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ഒരാൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അരികിൽ ഇടയ്ക്കിടെ പല ചെറുപ്പക്കാരും വരാറുണ്ടായിരുന്നു, വളരെ ആവേശത്തിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണം, ഇങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ വളരെ വികാരഭരിതരായി പറയുന്ന ചില ആളുകൾ. അങ്ങനെ അവരിൽ ചിലർ വന്ന് ഷെയ്ഖിനോട് സംസാരിച്ചിങ്ങനെ പോയി. ഷെയ്ഖൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. തിരിച്ചു പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഷെയ്ഖിനോട് ചോദിച്ചു, എന്താ നിങ്ങൾ അവരോട് തിരിച്ചൊന്നും പറയാതിരുന്നത്? ഷെയ്ഖ് പറഞ്ഞത്രേ, ഇവരെനിക്കറിയാം, ഇവർക്ക് നമ്മെക്കുറിച്ച് തൃപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇവരോട് പറയണം, നാളെ വാളെടുത്തിട്ട് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞാലല്ലാതെ ഇവർ നമ്മളെ തൃപ്തിപ്പെടും എന്ന് യാതൊരു പ്രതീക്ഷ നമുക്കില്ല. എന്നാലേ ഒരു തൃപ്തി. പിന്നെ ആ കൗമിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതാണ് പല ആളുകളുടെയും ചിന്താഗതി എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ആളുകൾക്ക് എപ്പോഴും ഈ ആവേശം അത് ആളുകളുടെ പ്രകൃതമാണ്, അങ്ങനെ ഉണ്ടായിരിക്കും.